ഹലോ നമസ്കാരം. ലൈഫ് ഡേയ്സ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളെ കുറച്ച് കൂട്ടുകാരായിട്ട് വണ്ടിയിൽ ദമാം ഫിഷ് മാർക്കറ്റിൽ പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കുറച്ച് ദിവസമായി വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഓക്കെ, ഈ വണ്ടിയിലാണ് പോകണം. അത് കുഴപ്പമില്ല, നമ്മുടെ അടുത്ത് മുമ്പേ ഇരിക്കാൻ പറഞ്ഞേക്കും. ഷാഫി, ഗുഡ് മോർണിംഗ്. ഹലോ. നേരം വയ്യോ? ഞാൻ അവനെ വിളിച്ചു, ഷഫീഖിനെ. എന്നിട്ട് ഷഫീഖ് എന്നെ ഇങ്ങോട്ട് വിളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇത് വിളി വരാത്തതുകൊണ്ട് ഷർട്ടൊക്കെ ഊരിയിട്ട് ഞാൻ വിചാരിച്ചു നിങ്ങൾ ഉറക്കെ എഴുന്നേറ്റ് കാണത്തില്ല. ഷഫീഖെ, തിരിച്ച് മിസ് കോൾ അടിക്കാന്ന് പറഞ്ഞു. ഞാൻ അടിച്ചല്ലേ? കളി നോക്കി. അയ്യോ, അടിച്ചാ? ആ, നിങ്ങൾ നോക്കി, ഫോൺ നോക്കി. ഒരാൾ കൂടെ ഉണ്ട്. ആ, ഷഫീഖ് മിസ് കോൾ അടിച്ചേക്കുന്നു. അതിപ്പോ അടിച്ചു സൈലന്റ് ഇല്ലേ? അപ്പൊ എന്നെ പറഞ്ഞില്ല. അറിയില്ല. അപ്പൊ ഞാൻ ഉത്തരവാദിയില്ലല്ലോ. ഉത്തരവാദിയില്ല. നിങ്ങൾക്ക് ചായ കുടിക്കണ്ടോ? ഒരു ക്ലാസ് ചായ എവിടെ കുടി? എവിടെ കുടിക്കാം? എവിടെ വേണം പോവാം. നമ്മളെ ഈ 2030 വേൾഡ് കപ്പ് വരാൻ പോകുന്നത് 34 അപ്പൊ അതും കൂടെ ഒരു ചർച്ചയായിരിക്കും. 2014 വേൾഡ് കപ്പ്. 2014 ആകെ കൊളാബറേഷൻ ആയിട്ടിരിക്കും. 2030 അല്ലേ? 34 ഇനിയിപ്പോ അടുത്ത കൊല്ലാണ് വേൾഡ് കപ്പ്. ശരി, അപ്പൊ 2034 വേൾഡ് കപ്പില് ഒരു ടൂർണമെന്റ് ഇവിടെ വെച്ച് നടക്കും. ആദ്യത്തെ ഫൈനലും റിയാദിൽ വെച്ചാണ് അല്ലേ? ആ, ഇപ്പൊ ദമാമില് ഒരു സ്റ്റേഡിയം, വലിയൊരു സ്റ്റേഡിയം, വേൾഡ് കപ്പ് നടക്കാൻ പോകുന്ന ഒരു സ്റ്റേഡിയത്തിന്റെ വർക്കാണ് ഇവിടെ ഈ ഭാഗത്ത് നടക്കുന്നത്. അൽക്കോബാർ. മുമ്പ് ഇവിടെ ഒരു ഡ്രൈവിംഗ് സ്കൂൾ ആയിരുന്നു, അതെല്ലാം മാറ്റി ഓപ്പോസിറ്റ് സൈഡ് സണ്ണായതുകൊണ്ട് ട്രെയിനിന്റെ ആവശ്യങ്ങളാണ് മൊത്തം. അപ്പൊ എല്ലാവർക്കും ലൈഫ് ഡേയ്സ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ദമാം കോബാർ ഹൈവേയിലോട്ട് സിഗ്നൽ ആയിരുന്നു. ചങ്ങായിന്റെ കൂടെ. ഓക്കെ ഓക്കെ. ചങ്ങാതിന്റെ പേരെന്തോ? ജബ്സൽ. മിസ്റ്റർ ജബ്സലിനെ ഞങ്ങൾ പിക്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഒരു 5 മിനിറ്റിനുള്ളിൽ ഞങ്ങൾ അവിടെ റീച്ച് ആവുന്നു. മൊയ്തീൻ ഉറക്കം. ജബ്സൽ അല്ലേ? തന്നെ. അപ്പൊ ഇനി നേരെ ഫിഷ് മാർക്കറ്റിലോട്ട് അല്ലേ ഫ്ലൈറ്റ്? ഓക്കെ. ഇനി പിടിച്ചിരുന്നില്ലെങ്കിൽ പൈലറ്റ് വഴക്കു പറയും. ചായ കുടിക്കാത്ത ഷെഫീക്ക് ചായ കുടിക്കത്തില്ലേ? അപ്പൊ ചായ കുടിക്കാത്ത ഒരു മലയാളിയെ കണ്ടോളി. പൈലറ്റ് പറഞ്ഞു മുമ്പിലെ വ്യൂസ് ഒന്ന് എടുക്കാൻ പറഞ്ഞു. ഫുട്ബോളിൽ ലൈവായിട്ട് ഇവിടെ കാണും. 2034 ഉറപ്പിച്ച? 2034 ഉറപ്പിച്ച? ഒരു വട്ടം, 2 വട്ടം, 3 വട്ടം അങ്ങോട്ട് മാറില്ല, മാറ്റമില്ല. അതിന്റെ മുന്നേ പിന്നെ നാഷണൽ ഒളിമ്പിക്സ് കൂടെ വരുന്നുണ്ട്. അപ്പൊ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തണം അല്ലേ? ഓക്കെ. നമ്മുടെ അറിവിൽ 2034 വേൾഡ് കപ്പ്. അതിന്റെ മുന്നേ ഒളിമ്പിക്സ് ഇവിടെ ചാലുണ്ട്. ഒളിമ്പിക്സ് ആണ്. അത് ശരി. പറഞ്ഞതല്ലേ രാവിലെ ബ്രിഡ്ജിന്റെ താഴെ പെയിന്റ് അടിക്കണം. പെയിന്റിങ് നല്ല. വേറെ എന്താ? ഭയങ്കര ഇപ്പൊ ചായ കുടിക്കാൻ നാട്ടിൽ പോണോ? ഇല്ല, മാർക്കറ്റിന്റെ ഫ്രണ്ടിലുണ്ട് പറഞ്ഞു. അവിടെ നിന്ന് കയറിയാക്കാം. നമ്മൾ ഹൈവേ കയറിട്ടോ. ഇത് പുടുത്തമുട്ട പോക്കി കയറാം. കാലിക്കറ്റ് പോകണ്ടേ? കോബാർ ദമാം ഹൈവേ ആണ് കാണുന്നത്.
ഈ ഹൈവേക്ക് ഒരു പേരുണ്ട് അറിയാം, കിങ് അബ്ദുൾ. മലിക് ഫഹദ്. ഇപ്പൊ 3 പേരുകളായി. ഒരു പേര് 3 പേരായി. എന്ന് പറഞ്ഞത് അറബിയിലാണ്, ഇൻഫാദ് എന്ന് പറഞ്ഞ ഇംഗ്ലീഷ്. എന്തുവാടേ അറബിയിലും ഇംഗ്ലീഷിലും ഡിഫറെന്റ് വന്നോ. ഈ ബ്രിഡ്ജിന്റെ റൈറ്റിലൂടെ പോകുമ്പോഴാണ് ഇവിടുത്തെ ഒരു പോർട്ടാണ്, ദമാം പോർട്ട് അല്ലേ? നമുക്കൊരു ദിവസം അങ്ങോട്ട് പിടിക്കേ. എന്തൊരു ബിൽഡിംഗ്? അതായത് കുവൈറ്റ് വാർ നടക്കുന്നതിന് ശേഷം അവിടുത്തെ അവർക്ക് അഭയാർത്ഥികളായിട്ട് വന്ന ആൾക്കാർക്ക് കൊടുത്ത ബിൽഡിംഗ് ആണ് ഈ കാണുന്നത്. കുവൈറ്റിൽ യുദ്ധകാലത്തിലെ സൗദിന്റെ യുദ്ധസമയത്ത് അഭയം കൊടുത്തു. അങ്ങനെ ഒരു കുവൈറ്റ് ബിൽഡിംഗ് പേര് അങ്ങനെ പോകണം. ഷെഫീക്ക് വാങ്ങിച്ച് വണ്ടി ഓടിച്ചിട്ട് ക്യാമറ ഷാഫിനെ കൊടുക്കുന്നതായിരുന്നു വലിയ പ്രശ്നമാണ്. എല്ലാം കയ്യിൽ വണ്ടി പോവുകയാണ്. ഈ റൈറ്റ് എടുക്കാൻ പറഞ്ഞപ്പോഴാണ് ഷാഫി ആ റൈറ്റ് എടുക്കുന്നത്. അല്ല, ഇന്ത്യയിൽ തെറ്റുണ്ട്, നിങ്ങളെ വാക്ക് കേട്ടതാണ്. അതൊരിക്കലും നമ്മൾ അങ്ങനെ കേൾക്കരുത്. പൈലറ്റ് അങ്ങനെ കേൾക്കാൻ പാടില്ല. ഷെഫീഖിനെ കൊണ്ടൊന്ന് ചായ കുടിപ്പിക്കും, നടന്നത് തന്നെ. ഷെഫീഖ് ചായ കുടിക്കൂ. അവന്റെ ചായ ഞാൻ കുടിച്ചോളൂ. ഫിഷ് മാർക്കറ്റിന്റെ കവാടത്തിലൂടെ ഇങ്ങനെ പ്രവേശിക്കുകയാണ്. ഗേറ്റ് നമ്പർ 1 എന്നൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മുടെ മൊയ്തീൻ ഭായ് ഇട്ട പേരാണ് ഈ ടവറിന്, ഗുൽഗാട്ടി ടവർ. മൊയ്തീൻ ഭായ് ഇട്ട പേരാണ് ഗുൽഗാട്ടി ടവർ. നമ്മൾ പറഞ്ഞ സാധനം ഇവിടെ കിട്ടുമോ? എന്താണ്? ചായ. ചായ കിട്ടും. ഷെഫീഖിന് 2 ചായ മേടിച്ചു. ഷെഫീഖിനല്ല, ഷാഫി. ഗുൽഗാട്ടി ടവറാണ് ഇതായി കാണുന്നത്. നമ്മുടെ മൊയ്തീൻ ഭായ് ഇട്ട പേരാണ്. ഇവിടെ റൈറ്റ് പോകും. അകത്തുണ്ട് ഫിഷ് മാർക്കറ്റിന്റെ നേരെ കാണുന്ന ബിൽഡിങ്ങിലുണ്ട്. അന്നമ്മ ബാങ്ക് എന്നാണ് ബാങ്കിന്റെ പേര്. അങ്ങനെ നമ്മളത് ഒരു ഹോട്ടലിലെത്തി ചായ കുടിക്കാന്ന് വിചാരിച്ചു. ഇപ്പൊ ഇവരെല്ലാവരും ഹോട്ടലിൽ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയാണ്. ഇപ്പൊ ഇവനാണ് ചായ കുടിക്കാത്ത ഷെഫീഖ്. പിന്നെ ഇത് വന്നിട്ട് പിന്നെ ഇവർ 2 പേര്, ജബ്സലും ഷാഫി. സമയം 7 മണിയായി. സുഹൃത്തുക്കളെ, ഹോട്ടലിൽ വന്നിട്ട് ചായ കുടിക്കണോ അതോ കഴിക്കണോന്ന് ആലോചിച്ചോണ്ടിരിക്കുന്നു. അപ്പോൾ പുള്ളിയുടെ അടുത്ത് ചോദിക്കും, പുള്ളി എന്താ ചായ കുടിക്കുന്ന കഴിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ചായ മാത്രം മതി, കഴിക്കുന്നില്ല. ക്യാമറ കൊള്ളാമോ? അടിപൊളി, കൊള്ളാം. 4 ചായ പറഞ്ഞിട്ടുള്ളൂ. നമ്മൾ വിചാരിച്ച കുപ്പി ഗ്ലാസ്സിലാണ്. ഇവിടുത്തെ ഓരോ ചായ കുടിക്കുന്നേ ഉള്ളൂ. ചായ ഫിഷൊക്കെ മേടിച്ചിട്ട് വന്നിട്ട് എന്തെങ്കിലും കഴിക്കുന്നത്. നാട്ടിലോട്ട് വിളിക്കുകയാണ്. സുഹൃത്താണ്. ഹലോ, ഇതാണ് മിസ്റ്റർ. അറിയോ? ചായ പറയല്ലേ? നിന്റെ പേരെന്താണെന്ന് അറിയോ ഈ കഴിക്കുന്ന സാധനത്തിന്റെ? നെയ്വട. നമ്മളവിടെ എന്തോ പഴക്കേക്കെന്നൊക്കെയാണ് പറയുന്നത്. നെയ്വട. അവർ നമ്മുടെ അടുത്ത് ജോലി ചെയ്യുന്നവരാണ്. അപ്പോൾ അവർ ഫാമിലി ആയിട്ട് വന്നതാണ്. അവർ വന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് വന്നു. ടാറ്റ. ചായയൊക്കെ കുടിച്ച് ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഇനി നേരെ ഫിഷ് മാർക്കറ്റിലോട്ട് പോവുകയാണ്.
ഫിഷ് മാർക്കറ്റിലോ കയറുകയാണ്. ഷാഫി ഓപ്പൺ ചെയ്ത് കയറുകയാണ്. അവരെല്ലാവരും കയറി. അത് വലിയ മീനാണ്. ഹായ്, നെയ്മീൻ വലുത്. അടിപൊളി. 110 റിയാൽ. 110 റിയാലാണ്. ഏകദേശം ഒരു 2500 രൂപ വില വരും. അവരെ നൂത്തുപിടിച്ചങ്ങ് നടന്നു പോയി. മീൻ നോക്കണ്ട, അവിടെ മീൻ നോക്കാനായിട്ട് ഞാൻ നെയ്മീനൊക്കെ നോക്കി വെച്ചിരുന്നു. ഓക്കെ ഏട്ടാ, ഓക്കെ, വരാം. ഇവിടെ എല്ലാം രാവിലെ നല്ല തിരക്കാണ് ശനിയാഴ്ചയായിട്ട്. കൊഞ്ച്, നല്ല സൈസുള്ള കൊഞ്ച്. ഇതാണ് സുഹൃത്തുക്കളെ ദമാമിലെ ഫിഷ് മാർക്കറ്റ്. രാവിലെ എല്ലാവരും നല്ല തിരക്കിലാണ്. അവരുടെ ജോലിയുടെ ഭാഗമായിട്ടുള്ള തിരക്കിലാണ്. ഫിഷ് മാർക്കറ്റിൻ്റെ വെളിയിലെന്ന് പറയാൻ പറ്റില്ല, മറ്റൊരു ഭാഗത്തോട്ട് ഇറങ്ങി. ലേലം വിളിക്കുന്ന ഭാഗത്തെത്തി. മൂപ്പര് വന്ന് കണ്ട ഇവിടെ നേരത്തെ നിൽക്കുകയല്ലേ. ലേലം വിളിക്കുന്നു. മീൻ ലേലം വിളിച്ചെടുക്കുന്ന സംഭവമാണ് ഈ കാണുന്നത്. ഇതെല്ലാം ലേലം വിളിച്ചെടുക്കുന്നു. മീൻ അയിലെന്ന് പറഞ്ഞതാണ്. അയിലല്ലേ? അയിലാണത്. എല്ലാം മീനുകളാണ്. ഓ, അയിലപ്പാര. അയിലപ്പാര. ഇത് ശരി. അവിടെ ഭയങ്കര ബഹളം ആ ഭാഗത്ത്. ലേലം. അപ്പോൾ ഫിഷ് മാർക്കറ്റിലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനുള്ള പരിഗണന ഉണ്ടായിരിക്കണം. ശരിയാണ്. അപ്പോൾ ഇനി അകത്തോട്ട് പോയാലോ? അയില കിട്ടുന്നുണ്ടല്ലോ. അയില അതേപോലെ കാണിച്ചില്ല അവിടെ ഉള്ളിൽ. അത് നല്ല ഫ്രഷ് ആയിരുന്നു. ഇത് വീഡിയോ യൂട്യൂബിൽ വീഡിയോ എടുക്കാൻ. ചേട്ടാ എവിടെ നാട്ടിൽ? ഞാൻ തിരുവനന്തപുരത്ത്. എവിടെ? തിരുവനന്തപുരത്ത് വർക്കലയാ. ഞാൻ കഴക്കൂട്ടം. ഹലോ, നീ വീണ്ടും ഇവിടെ എന്നാ? നമ്മളെ പറഞ്ഞോ, എന്തെങ്കിലും പറഞ്ഞു. മോൻ്റെ പേരെന്തോ? പുതിയ സാധനം കൊടുത്തിട്ടല്ല അതില്. അവിടെ പുതിയ സാധനം കൊടുത്തിട്ട് അവർ വീണ്ടും ഇവിടെ വന്നു. ഇപ്പോൾ വീണ്ടും നമ്മുടെ അടുത്ത് അവർ ജോയിൻ ചെയ്യും. എന്നെ അറിയാമോ? കണ്ടിട്ടുണ്ടോ? ഒന്ന് ഫോട്ടോ എടുത്ത് പറഞ്ഞു. പള്ളിയിൽ കുറച്ച് ഫോട്ടോ എടുത്തായിരുന്നു. നിനക്ക് മീൻ വേണോ? ഇങ്ങോട്ട് നോക്ക്. വേണ്ട. പിന്നെ നീ എന്തിനാ വന്നേ? മീൻ വാങ്ങിക്കാനല്ലേ വന്നേ? ഇതെന്തൊരു അയിലേ? പിന്നെ ഇതിൻ്റെ പേരെന്താ? ചേട്ടാ ഒരു ഫോട്ടോ എടുത്ത് തരുമോ? ഞാൻ അങ്ങനെ വെച്ചോടെ. ചേട്ടാ ഒരു ഫോട്ടോ എടുത്ത് തരുമോ? മീൻ പിടിച്ചോണ്ടില്ലേ?
നമ്മളെല്ലാവരും കൂടെ ഇങ്ങോട്ട് വാ, ഒരു ഫോട്ടോ എടുത്തു മക്കളിങ്ങ ഇങ്ങോട്ട് വാ, ഫോട്ടോ ഫോട്ടോ എടുത്തു. എല്ലാവരും കിട്ടണേ. ഇപ്പൊ ഇതിപ്പോ മേടിക്കുന്ന അയാസ് നമ്മളെ കൂടെ ഇതെന്താണ് ഇതിനകത്ത് എന്താണ് പറ. അയാസ് ഒളിച്ചിരിക്കുന്നു. ഇതെന്തൊരു മീൻ? മറ്റേ റോബസ്റ്റ. ഞണ്ടിൻ്റെ ഒക്കെ നീല കളർ അടിപൊളിയല്ലേ? ഞണ്ടെന്നൊക്കെ പറഞ്ഞ ഇതാണല്ലേ? കണവ, കണവയുടെ കണവയുടെ 3 തരത്തിലുള്ള കണവ. കൊഞ്ച്, ദൂരം അവിടെ ചർച്ചയിലാണ്. എന്ത് മീൻ വാങ്ങിക്കണമെന്നുള്ള ചർച്ചയിലാണ്. ഇതുവരെ ഒരു തീരുമാനമായില്ല. മിക്കവാറും കൊച്ചു മീൻ മേടിക്കും, ഇവരാരും മീൻ മേടിക്കത്തില്ല. അതാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. എന്തിനാണ് മീൻ കട്ട് ചെയ്ത് തരൂ? മീൻ വാങ്ങിക്കുന്നതിന് തീരുമാനമായ? ഹായ്, ഇങ്ങോട്ട് നോക്ക്. ഹായ്, ഹായ് പറ. പേരെന്താണ്? പേര് അലിബിൻ സൈദ്. നമ്മുടെ പേരെന്താ? എൻ്റെ പേര് ഷെഫീഖ്. നാട്ടിൽ മലപ്പുറം. ഇത് പെരിന്തൽമണ്ണ, ഒറ്റപ്പാലം. ഇതെങ്ങനെയൊക്കെ റേറ്റ്? 20. ഞാൻ മാത്രമാണ് തിരുവനന്തപുരത്തുള്ള. തിരൂരങ്ങാടി ഫ്രണ്ടിൽ പോയി. നമ്മൾ കോബാർ. കോബാറിൽ നമ്മൾ റാക്കേ പോട്ടെ. ഇത് എത്രയാണ്? 2 തൊട്ട് 35 രൂപ. 2 കിലോ 35. ഒരു കിലോന് 1 കിലോ രൂപ എടുക്കല്ലേ? തിരൂരങ്ങാടി. തിരൂരങ്ങാടിയല്ല, തിരൂര് കാരത്തൂര്. നിങ്ങളെവിടെ? പരപ്പനങ്ങാടിയാവും. പരപ്പനങ്ങാടി തിരൂര്. മീൻ എടുക്കാനാണ് നോക്കുന്നത്. 2 കിലോ 35 റിയാൽ. 1 കിലോ എടുക്കാം. 1 കിലോ. അങ്ങനെ ഷെഫീക്ക് മീൻ വാങ്ങി. 1 കിലോ മീൻ വാങ്ങി. നല്ല എടുത്തോ? നല്ല സാധനം. മീനിന്റെ പേരറിയാം? അമ്മൂർ. ഈ കാണുന്നത് പാര. മീൻ പിടിച്ചോണ്ട് ഫോട്ടോ എടുക്കൂ? പിടിക്കും. അപ്പോൾ ഒരു കൊച്ചു മീൻ എടുത്തു കൊടുക്കും. നമ്മുടെ ഷാഫി മീൻ വാങ്ങിയിരിക്കുന്നത്. അത് ചോപ്പ് മീനല്ലേ? എത്ര കിലോ വാങ്ങി? 1 കിലോ. എത്ര റിയലായി? 22. ഷാഫി നമ്മൾ മീൻ വാങ്ങി നമ്മൾ അറിഞ്ഞില്ലായിരുന്നു. ഷാഫിയുടെ മീനാണ് അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. അവർ ക്ലീൻ ചെയ്തിട്ട് നല്ല വൃത്തിയായിട്ട് പീസിലിട്ട് തരും. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഈ ഷാഫിയുടെ പാർട്ടി. ശരി.
അയിലക്കറി അയിലക്കറി ഷോപ്പ് வந்து മാറ്റിട്ട് അയിലക്കറി അതാക്കണം അയിലുണ്ടോ കവറിണ്ടില്ലേ അയിലാരും അത് ഷാപ്പിലല്ലോ അപ്പൊ അത് അങ്ങനല്ലേ നമുക്ക് ഒരിക്കലും ചെയ്യാൻ കറി ഉണ്ടാകും എനിക്ക് റൂമിൽ ഉണ്ടായില്ല അപ്പൊ അത് കറി വെച്ച് ഇത് പൊരിപ്പിച്ചു അവർ ക്ലീൻ ചെയ്ത് കൊടുത്തു ഷാപ്പി കാർഡാണ് പൈസ എടുത്ത് കൊടുക്കും കാർഡാണ് ഇപ്പം ഉണ്ടോ ക്യാഷ് ഉണ്ടോ കാർഡ് ഇങ്ങനെ മീനൊക്കെ വാങ്ങി കിളിമീന ഷാഫി പൈസ കൊടുക്കുന്നു പോകാനുള്ള പരിപാടിയാണ് ഷെഫീക്ക് പൈസ കൊടുക്കാൻ നമുക്ക് ഷെഫീക്ക് പൈസ കൊടുക്കണ കാണിക്കണമെന്ന് പറഞ്ഞു അതുകൊണ്ട് ഷെഫീക്ക് പൈസ കൊടുക്കണേ ഇവിടെ കാണിക്കുകയാണ് ഓ അടിച്ചു പൊളിച്ച് ഷെഫീക്ക് പൈസ കൊടുത്തു മുമ്പേ ഇപ്പം നമ്മളിങ്ങനെ ഇറങ്ങിയപ്പോൾ ഇവിടെ കരിമീൻ കൊണ്ടുവന്ന് ഇറക്കുകയായിരുന്നു കരിമീൻ ഉണ്ടായിരുന്നോ ആ അങ്ങനെ കരിമീൻ നമ്മൾ വീഡിയോ ഒക്കെ എടുത്ത് നമ്മൾ മുമ്പത്തെ വീഡിയോക്കകത്തുണ്ട് ഹലോ എന്നും വാങ്ങണി അയിലേ അതന്നെ അന്ന് മാറി ചിന്തിക്കാനാണ് മാർക്കറ്റിൽ അയാൾ കൊണ്ടുവച്ചിട്ടും കാര്യപ്പെടാ ഇത് ഇങ്ങനെ മീനെ കൊണ്ടൊന്ന് ലോഡ് ഇറക്കും ചൂര ചൂരയാണോ നീളമുള്ള മീനാണ് നമ്മൾ വീണ്ടും അതേ ഹോട്ടലിൽ വന്നു ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു അപ്പം രണ്ടുപേർ വന്നില്ല ഞാനും ഷാഫിയും ജബ്സലും വന്നു എന്തോ ഓർഡർ ചെയ്ത് ഇഡ്ഡലി ആ എനിക്കും ഇഡ്ഡലി 3 പേർക്ക് ഇഡ്ഡലി 3 സെറ്റ് ഇഡ്ഡലി നമ്മളെല്ലാവരും ഇഡ്ഡലിയും വടയാണ് ഓർഡർ ചെയ്തത് അവർക്ക് രണ്ടുപേർക്കും വന്നു ഇഡ്ഡലി വട അപ്പോൾ കഴിച്ചിട്ട് വരാം അപ്പോൾ നമ്മൾ ഈ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച് ഇറങ്ങി അവരവിടെ കാത്തിരിക്കുന്നു പോവല്ലേ കയറിക്കോ ഇപ്പോൾ നമ്മളെ കൂടെ ഒരാളും കൂടി കൂടുതലുണ്ട് അയാസും കൂടി വരുന്നുണ്ട് എല്ലാവരും വന്നാ എല്ലാവരും ഉണ്ട് അയാസുണ്ടാ ആ ഉണ്ട് ഫിഷ് മാർക്കറ്റ് പുറത്തോട്ട് ഇറങ്ങി സുഹൃത്തുക്കളെ ഈ ഷോപ്പുകൾക്കുള്ള സാധനമൊക്കെ ഷോപ്പിലേക്ക് ഹോൾസെയിൽ അപ്പോൾ ലൈഫ് ഡിഷ് ചാനലിൻ്റെ ഫിഷ് മാർക്കറ്റിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോ ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടാറ്റ ബൈ 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 ബൈ.